ഹലോ കൂട്ടുകാരെ, എല്ലാവരെയും കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സാധാരണ വരുന്നത് കൃഷിയുമായിട്ടാണല്ലോ. കൃഷി, പൂക്കള കാണിക്ക, വിളവെടുപ്പ് എന്നൊക്കെയാണല്ലോ. ഇന്ന് ഞാൻ വരുന്നത് ഒരു ചെറിയ ഔട്ടിങ്ങാ, മക്കളോടൊപ്പം ഒരു ഉല്ലാസ യാത്ര. ഞങ്ങൾ പുറപ്പെട്ടു. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവർക്കും അവധിയാണ്, മക്കളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കളോടൊപ്പം ഞങ്ങൾ പോകുന്നത് ഞാൻ എന്തൊക്കെ കാണുന്നുണ്ടോ അവിടെ വെച്ച് അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കൂ കേട്ടോ. പൂപ്പാടം കാണാനാണ് പോകുന്നത്. അവിടെ പൂപ്പാടം നിറയെ പൂക്കളുണ്ടോന്നൊന്നും അറിയില്ല, കൊല്ലത്തിലുണ്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് പോയി നോക്കുക. ഞങ്ങൾ ടൗണെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്ന് ഞങ്ങൾ ബത്തേരി എത്തി. ഇറങ്ങാൻ തന്നെ കുറച്ച് സമയം ലേറ്റായി പോയി. ബത്തേരി കാണാത്ത കുറേ പേരുണ്ടാവും എൻ്റെ വീഡിയോ കാണുന്നവർ. അവർക്ക് വേണ്ടിയിട്ടാ ബത്തേരി ടൗണ് കാണിക്കുന്നത്. ബത്തേരിക്കൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ശുചീകരണത്തിന് 1ാം സമ്മാനം നേടിയ സ്ഥല ബത്തേരി നഗരസഭ. ബേക്കറിയൊക്കെ ഞങ്ങൾ വാങ്ങി കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട്. എന്താന്ന് ഞാൻ കാണിച്ചിര തുറക്ക നുറുക്ക് കാറിൽ പോകുമ്പോ ഇങ്ങനെ കുറിച്ചുകൊണ്ട് പോവാനേ. ഇനിയുണ്ട്, കൊറേ ഐറ്റംസ് ഉണ്ട്. ഇത് പൊട്ടിക്കണം. പെട്ട മിഠായി ഒക്കെ ഉണ്ട്. ഇതാ ഞാൻ യാത്ര ചെയ്യുമ്പോ അങ്ങനെയാ. അടിപൊളി സ്ഥലം കാണുമ്പോ എന്റെ ഫാമിലി, യൂട്യൂബ് ഫാമിലി കാണിക്കാൻ വേണ്ടി എടുക്കുന്നതൊക്കെ. ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങ് പോകും. ഞങ്ങൾ വയനാട്ടുകാരല്ലേ. കുറെ പേര് നാട്ടിലുള്ളവർക്കൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കണ്ട് ശീലിച്ചവർക്ക് ഇത് ബോറായി, അല്ലാത്തവർ ഇത് കണ്ടാൽ നല്ല ഇഷ്ടമാണ്. ഇതാണ് ഫോറസ്റ്റ്. ഇതിപ്പോ നമ്മള് വയനാട് ഇങ്ങോട്ട് കഴിഞ്ഞില്ലേ അനുസേ? വയനാട് കഴിഞ്ഞില്ലേ? മുത്തങ്ങനെ ഭാഗം കഴിഞ്ഞില്ലേ? എവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട്. ഇവിടൊക്കെ ഞങ്ങൾ പണ്ടൊക്കെ മൃഗങ്ങളെ കണ്ടി. ഇത് പറ്റുന്നില്ല. വെൽക്കം ടു കർണാടക. അപ്പൊ ക്ലിയർ ആയി. ഇവിടെ ചെക്കിങ് ആയിരുന്നു കേട്ടോ. അതാ ബ്ലോക്ക് കുടുങ്ങിയത്. ഫോറസ്റ്റ് തന്നെ വീണ്ടും എന്തൊരു ഭംഗിയല്ല കേട്ടോ. മഴക്കാലായത് കൊണ്ട് ഒന്നും കൂടി പച്ച പിടിച്ചിട്ട്. അതെന്താ ബോർഡർ? കാട്ടുതേ വൈൽഡ് ഹണി. അത് അവിടെ കിട്ടൂലേ? നമ്മൾ പോകുമ്പോ കുറച്ച് കാട്ടുതേ നേരെ മരുന്നാണല്ലോ. നമ്മളെ മറ്റേ കറയുടെ പോയി അത് നമ്മളത് തന്നെ. എത്രയോ പേർക്ക് വയനാട് കാണാൻ കൊതിയുള്ളവരുണ്ട്, ഫോറസ്റ്റ് കാണാൻ കൊതിയുള്ളവരുണ്ട്. അവർക്കൊക്കെ ഇപ്പൊ ഈ വീഡിയോ കണ്ട കൊറേയൊക്കെ കാണാനാവും. ഞങ്ങൾ പിന്നെ വയനാട്ടുകാരായതുകൊണ്ട് ഇതൊന്നും ഒരു പുതുമയായിട്ട് തോന്നലില്ല. അതൊക്കെ കാണാത്തവർക്ക് വേണ്ടിയാ വിടുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് ഇതാ പൂപ്പാടത്തിലെത്തി. ചെണ്ടുമല്ലിയൊക്കെ നോക്ക്, ഇതിന്റെ ഒരു ഭംഗി അടിപൊളിയാ. ഇതാ അവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്ഥലത്തൊന്നും അല്ല, കുറേ സ്ഥലത്തുണ്ട്. ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതാ അടിപൊളിയാ ഇതിന്റെ വ്യൂ. ഇവിടെ ഞങ്ങൾ ഇതുവരെ മഴയൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ഒരു മഴേന്റെ ഒരു ഒരുക്കം. പുരേന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോ നല്ല മഴ, ഇവിടെ മഴയില്ലായിരുന്നു. ഇതൊക്കെ എന്താ ഉഷാറ്. ഓണത്തിന് ഇത് സൂപ്പർ ആയിരിക്കും. അന്നേരം ഇത് കഴിയും തോന്നുന്നുണ്ട് കേട്ടോ. വിളവെടുപ്പൊക്കെ കഴിയും തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ?
അതങ്ങനെ അങ്ങോളം നല്ല അടിപൊളി സ്ഥല. ഇത് കാണാൻ വേണ്ടിട്ടാ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഓടിച്ചിങ് വന്ന് 2 കാറിൽ. ഇവിടെ എല്ലാ കൊല്ലം ഗുണ്ടൽപേട്ടയ്ക്ക് ഞങ്ങൾ വരുത്തുണ്ട് ഇത് കാണാൻ. ഇനി സൂര്യകാന്തി ഉണ്ടായിരുന്നു. സൂര്യകാന്തി എവിടെന്നുള്ളത് നോക്കട്ടെ. ഇനിയിപ്പൊ അവിടെ ഇതിപ്പോ 2ാമത്തെ പൂപ്പാടത്തിലേക്ക് ഞങ്ങൾ വന്നത്. ആദ്യത്തെ പൂപ്പാടത്തിൽ ഇറങ്ങിയപ്പോ ഭയങ്കര മഴ അങ്ങ് വന്ന് ഞങ്ങൾ ഓടിക്കേറി. ഇപ്പൊ കോട്ടയൊക്കെ വന്നത്. കണ്ട പൂപ്പാടം ഇവിടുത്തെ ഇതിവിടെ ഒരു സ്ഥലത്തൊന്നും അല്ലള്ളത്, ഒരുപാട് സ്ഥലത്തുണ്ട്. ഞങ്ങളിപ്പോ ഇറങ്ങിയത് ഇപ്പൊ ഒരു മഴ ചോർന്ന സമയത്തൊന്നും ഇവിടെ ഇറങ്ങിയതാ. നോക്ക് അങ്ങോളം അവിടെയൊക്കെ എന്തോ കാണാൻ ഭംഗി. ഇത് ഒരു വല്ലാത്തൊരു കളറും ചെണ്ടുമല്ലി നല്ല അടിപൊളിയാ. വീണ്ടും മഴ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് പോവേണ്ടി വരും തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് ഇതൊക്കെ അവിടെ കണ്ടിട്ട് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. അത്രക്കൊരു ഭംഗി. പേയ്മെന്റ് അല്ലേ, അപ്പൊ പിന്നെ കുറച്ചു നേരം നിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താ അങ്ങോട്ട് നോക്കിയാലേ കാണുള്ളൂ. നമ്മളിങ്ങ് അവിടെ നോക്കുമ്പോഴാണ് അതിന്റെ ഭംഗി. നിറച്ച് പുല്ലൊക്കെ ഉണ്ട് അടിയിൽ കിട്ടും. അതൊക്കെ പറിച്ച് എടുക്കണം തോന്നുന്നുണ്ട്. അങ്ങോളം കടല് പോലെ അങ്ങെത്തുന്നുണ്ട്. എന്താ ഈ ഭാഗത്ത് ഇതാ മഴ ചോർന്നൊക്കെ ഇപ്പൊ ആൾക്കാർ കാണാനുള്ളവരും കൊറേ ആയിട്ടോ. ആദ്യമല്ല എല്ലാരും ഓടിക്കേറിയവരാ. എന്താ കഴിഞ്ഞല്ലോ അമ്മ. കുറച്ച് മഴ കൊണ്ടാലെന്താ, ഇവിടം വരെ എത്തിയില്ലേ. കുറച്ചു പേര് നടക്കാനും മഴ കൊള്ളാനും മടിച്ചിട്ട് കാറിൽ തന്നെ ഇരിക്കുക. ഇതിനൊന്നും അത്ര അങ്ങോട്ട് പ്രായം എത്തിയില്ല കേട്ടോ. നിറയെ മൊട്ട് വിരിഞ്ഞിട്ട് നിൽക്കുന്നേ ഉള്ളൂ ഒരു കൂട്ടര്. ഇതാ കണ്ടോ, നല്ല ഉഷാറിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേക കളറുമായിട്ട്. എത്ര ആളാ അവിടെ കാണാൻ വരുന്നതെന്ന് അറിയോ. ഇവിടെ എൻട്രി പാസ് ഒക്കെ ഉണ്ട്. ഇത് കൃഷി ചെയ്തവരുടെ അടുത്ത് നമ്മൾ പൈസ കൊടുക്കണം അങ്ങോട്ട് കയറണമെങ്കിൽ, എന്നാലേ അവൾ കേറ്റു. ഞാനിപ്പോ നിൽക്കുന്നത് പൂക്കളുടെ ഒരു സെന്ററിലാണ്. ഇവിടെ നോക്കിയാല് സൂര്യകാന്തി, താഴെ നോക്കിയാൽ വാടാർമല്ലി, അപ്പുറം നോക്കിയാല് ചെണ്ടുമല്ലി, ബാക്കിലെ മൊത്തം ചെണ്ടുമല്ലിയാ. അതിന്റെ സെന്ററിലപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടോ വാടാർമല്ലി. ഇത് വാടാർമല്ലിന്റെ ഒരു പാടാ. നിറയെ അടുത്തുനിന്നാലേ ഇതിന്റെ ഭംഗി കാണൂ. ഇത് നിറയെ ഉണ്ട്. അവിടെ ചെണ്ടുമല്ലി, ഇവിടെ വാടാർമല്ലി, അവിടെ സൂര്യകാന്തി, ബാക്കിലും ചെണ്ടുമല്ലിയാ. ഇത് കാണാൻ എത്ര ആളാ വരുന്നതെന്ന് അറിയോ. എനിക്കിവിടെ വന്ന് നോക്കുമ്പോ അതൊക്കെ പറിച്ച് കളയാൻ തോന്നുന്നു, അതിന്റെ ഇടയിലുള്ള കളകളൊക്കെ. എന്നാ എന്ത് ഭംഗി നിൽക്കുന്നെന്ന് അറിയോ. കണ്ടോ സൂര്യകാന്തി എന്താ വലുപ്പം നോക്ക്. ഇത് ദൂരെ കണ്ടാ ഒന്നും മനസ്സിലാവൂല അതിന്റെ വലിപ്പോ. അത്രക്കും വലുപ്പത്തിലാട്ടോ അത്. ഇതൊക്കെ പാകമായിട്ടുണ്ട്. ഞങ്ങൾ അപ്പുറം കണ്ടൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്, വിളവെടുത്തും ചെയ്തിട്ടുണ്ട്. കണ്ടോ സൂര്യകാന്തി എന്തൊരു ഭംഗി. അത് മൊത്തം സൂര്യകാന്തി പാടം. ഇവിടെ ഒന്ന് ഇത് കുറച്ച് ചെറുതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇനിയുണ്ട് വിരിയാന്. ഇവിടെ വിരിഞ്ഞ് ഉണങ്ങാനായിട്ടുണ്ട്. നല്ല അടിപൊളി സൂര്യകാന്തി. ഇവിടെ ഇതൊക്കെ ഇത് സൂര്യൻ ഏത് ഭാഗത്തുള്ള ആ ഭാഗത്തേക്ക് അങ്ങനെ അങ്ങ് പോകുമല്ലോ. അപ്പൊ ഒന്നും അങ്ങോട്ടേക്കില്ല, ഒക്കെ അങ്ങോട്ട് ചെരിഞ്ഞ്. നല്ല ഇവിടെ പൂക്കൾ മാത്രല്ല, പച്ചക്കറി നോക്ക്. കാബേജ് ഉണ്ടായത് അങ്ങോളം കാബേജാ. എന്താ ഉഷാറ്. കാബേജ് കാണുമ്പോ നോക്കി കേട്ടോ. പൂക്കളെ വേറൊരു ഭംഗി, പച്ചക്കറി കാണുമ്പോ വേറൊരു ഭംഗി. അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. അത് മഞ്ഞൾ. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഭയങ്കര അങ്ങ് മഴ പെയ്തു. കുറച്ച് നനഞ്ഞത് കാരണം പിന്നെ ഞങ്ങൾ അധികം നേരം എവിടെയും നിന്നില്ല. കുറച്ച് ചെണ്ടുമല്ലി പാടവും കുറച്ച് സൂര്യകാന്തിയും അങ്ങനെ പല കുറച്ചൊക്കെ കണ്ട് അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു. ഉച്ചവരെ ഇവിടെ മഴ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു. പോരുന്ന വഴിക്ക് അവിടെ പൈസ കൊടുക്കണം. പൂപ്പാടം കഴിഞ്ഞ് ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ 20 രൂപ വാങ്ങുന്നുണ്ട്. അങ്ങനെ 20 രൂപയൊക്കെ കൊടുത്തു. അങ്ങോട്ട് പോകുമ്പോൾ ഗൂഗിൾ പേ ചെയ്യാം,
ചെയ്യൂല, പൈസ നേരിട്ട് കൊടുക്കുക, ചില്ലറിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ പൈസ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട് ഇപ്പോൾ അവിടെ ആനനെ കണ്ടില്ലേ, 3-4 ആന ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ. ഒക്കെ തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത്. അങ്ങോട്ടോ ഒന്നുമില്ലായിരുന്നു. ആനനെ കണ്ട്, പിന്നെ മയിലിനെ കണ്ട്. മയിലിങ്ങനെ വിടർത്തി നിന്നുണ്ടെങ്കിൽ പീലി വിടർത്തിയാൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു. പീലി വിടർത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ കണ്ടുള്ളൂ. നല്ല ഭംഗിയുള്ള മയിലായിരുന്നു അത്. കുറേ കുരങ്ങിനെ കണ്ടു. മാനുണ്ടായിരുന്നു. മാനൊക്കെ ഓടിപ്പോയി. ക്യാമറ കണ്ടപ്പോഴത്തേക്ക് മാനോ ഓടിക്കഴിഞ്ഞു. അങ്ങോട്ടുള്ള ഒറ്റ മലയാളമില്ലല്ലേ. പിന്നെ അവിടെയൊക്കെ വിട്ട് ഞങ്ങൾ ഇതാ കേരളത്തിൽ വയനാട് ജില്ലയിലേക്ക് ഇങ്ങനെ എത്താൻ തുടങ്ങി. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ അവിടെയൊന്നും സൗകര്യം ഇല്ലായിരുന്നു. ബത്തേരി എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബത്തേരി എത്തി ഒരു ഹോട്ടലിൽ കയറി. താഴെ വണ്ടി നിർത്തി ഹോട്ടലിൽ കയറി. ചോറില്ല, ടൈം അത്രയും കഴിഞ്ഞിരുന്നു. ചോറില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ബ്രോസ്റ്റഡ്, പിസ്സ അങ്ങനത്തെ ആൾക്കാരെ കൂടെ ഉള്ളത്. മക്കൾക്ക് അതേ ഇഷ്ടമുള്ളൂ. ചോറ് എനിക്കും ഉമ്മാക്കൊക്കെ താല്പര്യമുള്ളൂ. പിന്നെ ബ്രോസ്റ്റഡ്, പിസ്സ ഒക്കെ വാങ്ങി. എല്ലാം അത് വേണ്ടോളം വാങ്ങി. അത് വയറ് നിറച്ച് നിന്നാൽ മാത്രം വാങ്ങിയിട്ടുണ്ട്. പിസ്സ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സംഭവം നല്ല രസമായിരുന്നു. ഞാൻ മാത്രം ചുടുവെള്ളം, ബാക്കിയുള്ളവർക്ക് കോള അതൊക്കെ എല്ലാം കുടിച്ചു. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് പിന്നെ ഞങ്ങൾ തുണിക്കടയിലേക്കാണ്. എൻ്റെ മരുമക്കൾ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, മക്കളെന്നെ മോളെന്നെയാണ്. അവർക്ക് എൻ്റെ വക ഓരോ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരാളെ ബർത്ത്ഡേ ആണ് അടുത്ത ആഴ്ച. അങ്ങനെ മൂത്ത മോക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുത്തു. മോളെടുത്ത് പോവാൻ ഞങ്ങൾക്ക് ഒഴിവുണ്ടാവില്ല. അങ്ങനെ രണ്ടാമത്തെ മോക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. അങ്ങനെ മൂത്ത മോനും മക്കളൊക്കെ വേറെ കാറിൽ പോയി. നേരിട്ട് അവർ പഠിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി, കോഴിക്കോടേക്ക് പോയി. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴേക്ക് രാത്രിയായി, ലൈറ്റ് ഇടാൻ തുടങ്ങി. മീനങ്ങാടിയൊക്കെ എത്തി. അങ്ങനെ പോന്ന് പിന്നെ ഞങ്ങൾ അങ്ങാടിയിലെത്തി. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങാടിയാണ്. അതൊക്കെ നന്നായി ഇരുട്ടി. 7 മണി 7:30 8 മണി ആവാനായി. അങ്ങനെ 8 മണി കഴിഞ്ഞു ഞങ്ങളെ വീട്ടിലേക്ക് എത്താൻ. പക്ഷെ നല്ല